ഹാഷ്മി, ഇതിപ്പോൾ നമുക്കറിയാം കരയിൽ നേരത്തെ തെരച്ചിൽ നടത്തി അന്ന് ഒരു ദിവസത്തോളം നീണ്ടു നിന്ന തെരച്ചിൽ, അങ്ങനെ തെരച്ചിൽ നടത്താൻ കാരണം അവിടെ ചില സിഗ്നലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് പുഴയ്ക്ക് നടുവിലുണ്ടായിരുന്ന തുരുത്ത്, ആ തുരുത്തിലും സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇതുവരെ ഈ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ലോഹ വസ്തുക്കൾ ഉണ്ട് എന്നത് സംബന്ധിച്ച സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതിനെപ്പറ്റി ഒരു സ്ഥിരീകരണവുമില്ല. പക്ഷേ തെരച്ചിൽ തുടരുന്നുണ്ട്. അവിടെ മണിക്കൂറുകളായി ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഈ ദൗത്യസംഘം കുറച്ച് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നതാവാം അവിടുത്തെ എന്താണ് അതിൻ്റെ ആ ഭാഗത്തെ ലോഹ സാന്നിധ്യം സംബന്ധിച്ച് എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുമോ? എന്ന് പറഞ്ഞ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട്, ഉറപ്പായും ഉണ്ട്. നമ്മൾ MLA-യുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ നമ്മളോട് പ്രകടമായി പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ചില സൂചനകളെ കുറിച്ച് തന്നെയാണ്. കാർവാർ MLA അടക്കമുള്ളവർ നിങ്ങൾക്ക് ഔദ്യോഗികമായി അറിയാം എന്ന് പറഞ്ഞ് മഞ്ചേശ്വരം MLA-യും പകുതി പറയാതെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും അവർക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ഒഫീഷ്യലി അത് പറയേണ്ടതില്ല എന്ന നിർദ്ദേശമാണോ എന്നറിയില്ല. എന്തായാലും വിജയകുമാർ, ഇവിടെ പെരുമഴ ഇപ്പൊ പെയ്തൊഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് ഈ മഴ വലിയ അത്ഭുതമല്ല. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്യുന്ന മഴ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ മഴ അങ്ങ് പൊട്ടി വീണ പോലെ പെയ്ത് തൽക്കാലം ഒന്ന് മാറി. ഇപ്പോ രക്ഷാദൗത്യത്തെ അത് ബാധിക്കില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും രക്ഷാദൗത്യം വളരെ സജീവമായി ഒൻപതാം നാളാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നേരത്തെ ചില സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന എന്നൊക്കെ പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ പ്രത്യേകപരിതമായ ഒന്നും നമുക്ക് ഇത്തരം നാൾ കിട്ടിയിരുന്നില്ല. 9ാം നാൾ പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഈ വിവരങ്ങൾ അത് ഏതെങ്കിലും ഒരു സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രതീക്ഷകളല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ ഘട്ടത്തിൽ. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വിജയകുമാർ, ഇന്ന് രാവിലെ നമ്മൾ ഗംഗാവാലിപ്പുഴയുടെ അങ്ങേ തലക്കിൽ നിൽക്കുമ്പോൾ രാവിലെ 6 മണി മുതൽ ഒരു 7 മണി മുതൽ തുടങ്ങിയതാണ് ഈ പരിശോധന. അപ്പോൾ തന്നെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ആ മേഖലയിലേക്ക് ഇപ്പോൾ മൺകൂനെയാണ് സാധിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ആ മേഖലയിലെ പരിശോധന എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ എടുത്ത അതിൽ വ്യക്തമാണ് ആകാശ ദൃശ്യങ്ങൾ നോക്കിയാൽ അതിൽ രാവിലെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നമ്മൾ കണ്ടിരുന്നു. അത് റഡാർ ആയിരുന്നില്ല, ഡിറ്റക്ടർ തന്നെയായിരുന്നു ഉപയോഗിച്ചുള്ള പരിശോധന നമ്മൾ കണ്ടിരുന്നു. അതിനെ തുടർന്നാണെന്ന് അറിയില്ല. അതിനുശേഷമുള്ള ചെറിയ JCB-കൾ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖല ഇതിൽ തന്നെയായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ബൂം എസ്റ്റിമേറ്റർ എത്തിയത്. അതും അവിടെ തന്നെ ആ മേഖലയിൽ തന്നെയായിരുന്നു കൃത്യമായ പരിശോധന. അപ്പോ ഇപ്പോൾ ട്രക്കിന്റെ ആകൃതിയിലൊക്കെ ആ പരിശോധന നടക്കുമ്പോൾ നമുക്ക് കൃത്യമായും എന്തോ ഒന്ന് മണ്ണിനടിയിൽ ഇപ്പോൾ ഉണ്ട്. അത് ലോഹ സാന്നിധ്യമാണെന്ന് ഇപ്പോൾ നമുക്ക് ഔദ്യോഗിക സ്ഥിരീകരണ വിവരണങ്ങൾ കിട്ടുന്നില്ല. എന്താണെന്ന് അറിയില്ല വിജയകുമാർ. അല്പസമയത്തിനും നമുക്ക് ഏതെങ്കിലും സൂചന നൽകാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. യെസ്, ഇപ്പോൾ തെരച്ചിൽ ആ മഴ പെരുമഴയായിരുന്നു. പെരുമഴ കഴിഞ്ഞിട്ടും ഇപ്പോൾ ആ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൽക്കാലം തെരച്ചിലൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ചില അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 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 പോയിന്റിൽ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിലേക്ക് നാവികസേനയും കരസേനയും എത്തി എന്നാണ് സൂചന. വീണ്ടും ആ പോയിന്റിലേക്ക് തന്നെയാണ് തെരച്ചിലിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വൈകാതെ അല്ലെങ്കിൽ ഉടൻ വരും എന്നതൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, പുതിയ ദൃശ്യങ്ങൾ, ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷഫീദ്, എന്തൊക്കെയാണ് സൂചനകൾ? ആ മഴയ്ക്ക് ശേഷം അവിടുത്തെ മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ തൽക്കാലം എന്തൊക്കെയോ നിഗമനങ്ങളിലേക്ക് എത്തിയതിന് ശേഷം അടുത്ത ഘട്ടം എന്ന മട്ടിൽ ആണ്. അത്തരമൊരു സൂചനയാണല്ലോ അവിടുന്ന് വരുന്നത്, അല്ലേ? നിർണായകമായ വിവരങ്ങളും സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് വിജയകുമാർ. ഇപ്പോൾ ഹാഷ്മി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചില സൂചനകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിർണായകമായ മണിക്കൂറുകൾ 9ാമത്തെ ദിവസം എത്തുമ്പോൾ അതിൽ ചില കാര്യമായിട്ടുള്ള ചില റിസൾട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഹാഷ്മി ഒടുവിലത്തെ സൂചന എന്ന് പറഞ്ഞാൽ? സൈന്യം അറിയിക്കുന്നത് വിൽ ബി ഷെയറിംഗ് ദി ഇമേജ് ഓഫ് ദ സൈഡ് സ്കാൻ സോണാർ പ്രോബബിൾ ലൊക്കേഷൻ ഓഫ് ദ ട്രക്ക് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്ന അതിനോട് ചേർന്ന് ഉള്ള സോണാറിന്റെ ഈ സൈഡ് സ്കാൻ സോണാർ ലൊക്കേഷൻ അയച്ചു തരും എന്നുള്ളതാണ് ഇപ്പം അത് പുറത്തേക്ക് വിടുമെന്നുള്ളതാണ് സൈന്യം അറിയിക്കുന്നത്. വിജയകുമാർ, അപ്പോൾ ഉറപ്പായും നമുക്ക് ഈ ലോറി സ്ഥിരീകരിക്കാൻ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നറിയില്ലെങ്കിൽ കൂടി 9ാം നാൾ നമുക്ക് കിട്ടുന്ന സൂചന വളരെ ശക്തമായ, വളരെ സ്ട്രോങ് ആയ, വളരെ എവിഡന്റ് ആയ ഒരു സൂചന നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ സൈന്യം അല്പസമയം മുമ്പാണ് അറിയിച്ചത് വിൽ ബി ഷെയറിംഗ് ദി ഇമേജ് ഓഫ് ദ സൈഡ് സ്കാൻ സോണാർ പ്രോബബിൾ ലൊക്കേഷൻ ഓഫ് ദ ട്രക്ക്
എന്ന് പറയുകയാണ്. അതിൽ പ്രോബബിൾ എന്നുള്ളത് കട്ടിയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രക്ക് കിടക്കാൻ ഇടയുള്ള സ്ഥലത്തിന്റെ ഒരു സോണാർ ഇമേജ് ഇപ്പോൾ അയക്കാമെന്ന് പറയുന്നു. ഈ 9 ദിവസത്തിനുള്ളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സൈന്യം 9 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു സൈന്യം ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ എന്തെങ്കിലും വിവരം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഈ ദിവസങ്ങൾ അത്രയും സോണാർ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ആ സോണാർ പരിശോധനയിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഇമേജിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു പ്രോബബിൾ ലൊക്കേഷൻ ഓഫ് ദ ട്രക്ക് എന്ന് സൈന്യം അറിയിക്കുന്നുവെങ്കിൽ ഉറപ്പായും അതിൽ ചില നിർണായക വിവരങ്ങളുണ്ട്. വിജയകുമാർ, ഒരു കാര്യം ഉറപ്പാണ്, 9ാം നാൾ ശിരൂരിൽ നിന്നും പ്രേക്ഷകർക്ക്, അർജുന്റെ വീട്ടുകാർക്ക് ആശ്വാസകരമായ എന്ന് പറഞ്ഞാൽ ശുഭകരമായ വാർത്ത എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു റിസൾട്ട് ഒരു ലക്ഷ്യവേദിയായ ഒരു ദിവസമായി 9ാം നാൾ എന്ന് ഉറപ്പായി പറയാം. അല്ലെങ്കിൽ സൈന്യം അങ്ങനെ പറയില്ല. സൈന്യം നമ്മൾ ഈ ദിവസങ്ങൾ അത്രയും നേവിയുടെ പരിശോധന തുടങ്ങിയ ദിവസം മുമ്പും അല്ലെങ്കിൽ കരയിൽ പരിശോധന നടക്കുമ്പോഴൊക്കെയും അതിനു മുമ്പും ഈ ഡിങ്കി ബോട്ടുകളിൽ നേവി സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ആ പരിശോധനയുടെ ഒരു ദൃശ്യങ്ങളും ഇതേവരെ അവർ പുറത്തേക്ക് വിട്ടിരുന്നില്ല. ഇതാദ്യമായി സൈന്യം ഇവിടെ നിന്ന് ഈ ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയ സോണാറിന്റെ ഒരു പ്രോബബിൾ ലൊക്കേഷൻ പുറത്തുവിടുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായും അത് ചില നിർണായക സൂചനകൾ ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, നമ്മൾ 9 ദിവസവും ഇവിടെയുണ്ട്, പരിശോധന കാണുന്നുണ്ട്. ഇതാദ്യമായി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായാണ് സൈന്യം ഇത്തരത്തിൽ ഒഫീഷ്യലി ഒരു പ്രധാനപ്പെട്ട ചിത്രം പുറത്തേക്ക് വിടാൻ പോകുന്നത് പറയുന്നു. അത് എന്തോ സൂചനയാണ്, ഉറപ്പായും സൂചനയാണ് ഷഫീദ്. അശ്മി, ഉറപ്പായിട്ടും. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ കിട്ടിയ 4 സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പ്രദേശം തന്നെ കേന്ദ്രീകരിച്ച്, അതല്ലെങ്കിൽ ആ നദിയുടെ തീരത്തെ ആ ഭാഗം തന്നെ കേന്ദ്രീകരിച്ച് നമ്മൾ ആ മറുകരയ്ക്ക് നിന്ന് കണ്ടതാണ്. ആ നീളം കൈകൾ ഉപയോഗിച്ച് നദിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗത്തേക്ക് കൂടി മണ്ണെടുക്കാനുള്ള ഒരു നീക്കം നമ്മൾ കണ്ടു. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒടുവിലൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. അതായത് ഈ കാർവാർ കളക്ടർ അടക്കമുള്ള ആളുകൾ വീണ്ടും തിരിച്ച ഈ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കാർവാറിൽ അല്ലെങ്കിൽ ഷിരൂരിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സൈന്യം, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 9ാം നാൾ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ അത് ഷിരൂരിൽ നിന്ന് പുറത്തു വരുന്നു. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 1 മണിക്കാണ് നമ്മൾ ഈ സ്കാനി എക്സ്കവേറ്ററിൽ പരിശോധന ആരംഭിച്ചത്. 1ആയി, 2ആയി, 3ആയി, 4ആയി, ഇപ്പോൾ 5നോട് അടുക്കുന്നു. ഈ 4 മണിക്കൂറിലും അതേ പ്രദേശം, അതേ സ്ഥലം, ഒരു 10 മീറ്റർ ദൂരപരിധിയിൽ മാത്രം ഇങ്ങനൊരു പരിശോധന നടത്തണമെങ്കിൽ സ്വാഭാവികമായും അതിൽ ചിലതുണ്ട്. നമ്മൾ സൈന്യം തന്നെ പറയുന്നുണ്ട്, സോണാർ സിഗ്നലുകളുടെ ചിത്രങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവിടുമെന്ന്. അപ്പോൾ ആ സൂചനകളിലേക്ക് കടക്കുകയാണ്. അതൊരു റിസൾട്ടിലേക്ക് പോകട്ടെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്.